ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പോളയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. പോള എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ഇറച്ചിപ്പത്തിരി എന്ന് പറയാം അല്ലേ. അപ്പോൾ ആ ഒരു ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് വഴിയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്, അത് വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടില്ല. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, 1 2 ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി നിങ്ങൾക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനത്തെവർക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 2 മസാല ഇടുന്നുള്ളൂ. 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്ന വരെ അതും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാനതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മിക്സിയിലിട്ട് അടിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കടിക്കാൻ ഇങ്ങനെ കിട്ടുന്ന സമയത്താണ് എനിക്കൊന്നുകൂടെ ഇഷ്ടം. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ ഫില്ലിംഗ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പൊറാട്ടയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പൊറാട്ട വെച്ചിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. 3 പൊറാട്ട വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുക. അതാണ് ഞാനിത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണെന്ന് പറയാൻ കാരണം. അപ്പോൾ 3 പൊറാട്ട കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ആ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിരുന്ന സമയത്തും അതും ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ 3 പൊറാട്ടയിലേക്ക് 4 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. ഇത് ഏകദേശം ഒരു ഓവറായിട്ടുള്ള വലുപ്പത്തിലുള്ള സോസ് പാനിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള സോസ് പാൻ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണ്ടത് നമുക്ക് 1/2 കപ്പ് പാലാണ്. അപ്പോൾ ഞാൻ പാലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പൊറാട്ട മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ഉണ്ടല്ലോ അതും കൂടെ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ട് ഇട്ടിട്ട് അത് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇത് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏതിലാണോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ ലെയർ പോലെ ഉണ്ടാവില്ല, അതുപോലെ നമുക്ക് ഇതിനും ഫീൽ ചെയ്യും ഈ പൊറാട്ടയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ. എന്നിട്ട് ഇത് ലെവലാക്കി കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്ത ശേഷം എല്ലാ ഭാഗവും ഒരേപോലെ ലെവലാക്കി കൊടുക്കുക. ലെവലാക്കി കൊടുത്ത ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. തക്കാളിയോ അല്ലെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ കറിവേപ്പിലയോ മല്ലിയിലൊക്കെ ഡെക്കറേഷൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് താഴെ ഒരു തട്ട് കരിയുന്ന പേടി ഉണ്ടെങ്കിൽ ഇതുപോലെ താഴെ വേറൊരു പാനോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15 മുതൽ 20 മിനിറ്റ്, മാക്സിമം 15-20 മിനിറ്റ് മതി. 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ട് ഇനി മേൽഭാഗം കൂടെ ഒന്ന് നെരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത് കമഴ്ത്തിയിട്ട് ഇതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അതായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടുമില്ല കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പോള ഏകദേശം ഇവിടെ റെഡി ആയിട്ട് ഇനി കട്ട് ചെയ്തിട്ടും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിപ്പത്തിരിയാണ്. പോളയെന്നോ ഇറച്ചിപ്പത്തിരിയെന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേരിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. പൊറോട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്